മെറ്റയിൽ നമുക്ക് ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇപ്പോഴത്തെ ഒരു അൽഗോരിതം വെച്ചിട്ട് ലുക്ക് ലൈക്ക് ഓഡിയൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മറ്റേ ലുക്ക് ലൈക്ക് ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ റീടാർഗറ്റിങ്ങിന്റെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ കസ്റ്റം ഓഡിയൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കസ്റ്റം ഓഡിയൻസ് നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫയല് കൊടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡാറ്റാ സെറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷനിലും കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ കസ്റ്റം ഓഡിയൻസിനെ വെച്ചിട്ട് നമുക്ക് ഇന്ന് ലുക്ക് ലൈക്സും അതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലുക്ക് ലൈക്സിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ എന്താണോ ഉള്ള ആ ഒരു ഓഡിയൻസ്, ഇപ്പോൾ നമ്മൾ ആ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസ്, അപ്പോൾ അതേപോലെയുള്ള അതേ സെയിം സിമിലാരിറ്റി ഉള്ള ഓഡിയൻസിനെ ഒരു ഫേസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയാണ് ലുക്ക് ലൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലുക്ക് ലൈക്സ് 1 to 10% വരെയുള്ള ഓപ്ഷൻ ഉണ്ട് ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നേരത്തെ പണ്ടൊക്കെ ഉള്ള ഒരു അൽഗോരിതത്തിൽ ലുക്ക് ലൈക്സ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമുക്കൊരു എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഒരു 2021 മുമ്പുള്ള ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഈ ലുക്ക് ലൈക്സ് ഓപ്ഷൻ, ലുക്ക് ലൈക്സിന്റെ ഒരു ക്രിയേഷൻ ആണ്. ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടിവിറ്റി, ഒരു 500+ പർച്ചേസസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ലുക്ക് ലൈക്സ് വെച്ചാണ് നമ്മളത് ഏറ്റവും കൂടുതൽ സ്കെയിൽ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ആ 2021 ഒരു ചലഞ്ച്, ഒരു ഇ-കോമേഴ്സ് ചലഞ്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 500+ പർച്ചേസസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അത് സ്കെയിൽ ചെയ്യുന്നത് ലുക്ക് ലൈക്സ് ഓഡിയൻസ് വെച്ചാണ്. അപ്പോൾ ലുക്ക് ലൈക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ അത് അന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ സമയത്ത് നമ്മൾ ലുക്ക് ലൈക്സ് വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് തുടങ്ങാനുള്ള സമയം തന്നെ നല്ല രീതിയിൽ സെയിൽ കയറാണ്. അപ്പോൾ ഡെയിലി നമുക്ക് 200, 300, ഈവൻ 600+ സെയിൽ നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ലുക്ക് ലൈക്സിന് ഭയങ്കര പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ കിട്ടാനുള്ള രീതിയിലുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മറ്റേ അൽഗോരിതം ഒരു ബ്രോഡ് ടാർഗറ്റിങ്ങിലോട്ട് മാറിയതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തതുപോലെ ഒരു എഫക്റ്റ് ലുക്ക് ലൈക്സ് ഓഡിയൻസിന് ഇന്നില്ല. ഇപ്പോൾ ലുക്ക് ലൈക്സ് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ലുക്ക് ലൈക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഡാറ്റാ സെറ്റ്സിന്റെ ഇത് വെച്ച് തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ആഡ് ടു കാർട്ട് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത ഓഡിയൻസിന്റെ വെച്ചിട്ടുള്ള ഒരു ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിഷ്യൽ ചെക്കൗട്ട് ചെയ്ത ഓഡിയൻസിന്റെ ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പർച്ചേസ് ഓഡിയൻസിന്റെ ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡാറ്റാ സെറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ലുക്ക് ലൈക്സ്, ഇങ്ങനെ പല കൈൻഡ് ഓഫ് ലുക്ക് ലൈക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എൻഗേജ്മെന്റ് ചെയ്ത ഓഡിയൻസിന്റെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ട ഓഡിയൻസിന്റെ പെർസെൻറ്റേജ് ഓഫ് വ്യൂസ് കണ്ട ഓഡിയൻസിന്റെ ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലുക്ക് ലൈക്സ് നമുക്ക് ആ എത്രത്തോളം കസ്റ്റം ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു 1 to 10% ലുക്ക് ലൈക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഈ ലുക്ക് ലൈക്സിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴൊക്കെ മിക്ക ടൈമിലും ഈ ലുക്ക് ലൈക്സിന് അത്ര ഒരു എഫക്റ്റ് ഉണ്ടാവുന്ന കണ്ടിട്ടില്ല. നമ്മൾ പണ്ടത്തതുപോലെ ഞാൻ ഈ പറഞ്ഞ 2021 നമ്മൾ ചെയ്തതുപോലെയുള്ള ഒരു എഫക്റ്റ് ഒന്നും ഇന്ന് കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ലുക്ക് ലൈക്സ് നമുക്ക് വർക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമറിന്റെ ഫയൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ലുക്ക് ലൈക്സ്. ഇപ്പൊ നമുക്കൊരു 2000 to 5000+ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിന്റെ കംപ്ലീറ്റ് ഡാറ്റ CSV ഫയലായിട്ട് നമ്മൾ അപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു റീടാർഗറ്റിംഗ് ആഡിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ആ കസ്റ്റം ഓഡിയൻസിൽ നിന്ന് നമ്മളൊരു 1 to 5% ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു അഡ്വാൻറ്റേജ്+ ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി അതിലൊക്കെ കുറച്ച് റിസൾട്ട്സ് ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് വേറെ ലുക്ക് ലൈക്സ് ഒക്കെ ചിലപ്പോൾ അത് വർക്കാവുന്നില്ല എന്ന് പറയുന്നില്ല, നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ന് ക്രിയേറ്റീവിലാണ് കളി. ഇപ്പം ക്രിയേറ്റീവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പല ലുക്ക് ലൈക്സിൽ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യം നമുക്ക് വർക്കാവുന്ന കാണാം. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ ലുക്ക് ലൈക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന, ഇന്ന് നമ്മൾ അഡ്വാൻറ്റേജ്+ ഷോപ്പിംഗ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോർമൽ ക്യാമ്പയിൻ ആണെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഓഡിയൻസിന്റെ ഒരു ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓഡിയൻസിനെയൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓഡിയൻസിന്റെ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ കസ്റ്റം ഓഡിയൻസും ഈ ലുക്ക് ലൈക്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ ക്യാമ്പയിൻസ് കുറച്ചുകൂടെ പെർഫോം ആവും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം.
അപ്പോൾ ലുക്ക് ലൈക്സിന് ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ ഇത് ലുക്ക് ലൈക്സ് കംപ്ലീറ്റ്ലി ഡെഡായെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ചില സമയത്ത് ഇത് വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയ ക്രിയേറ്റീവ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഡാറ്റാ സെറ്റ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ലുക്ക് ലൈക്സും നിങ്ങളുടെ കസ്റ്റമർ ഫയൽ അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ലുക്ക് ലൈക്സും വെച്ച് നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം മെറ്റാ ആഡ്സിന്റെ ഒരു കംപ്ലീറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഒരു ടെസ്റ്റിംഗ് പോലെയാണെന്ന് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഇന്ന കാര്യം ഇന്ന രീതിയിൽ പ്രീസെറ്റ് ആയിട്ട് അത് ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇപ്പോൾ പല പ്രോഡക്ട്സിനും പല ഓഡിയൻസിനും പല രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെഗ്മെന്റിൽ വർക്കായ ഒരു കാര്യം മേ ബി അതൊരു നെക്സ്റ്റ് സെറ്റ് ഓഫ് നിഷസിൽ അത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ടെസ്റ്റിംഗിൽ നമുക്ക് കിട്ടുന്ന വിന്നേഴ്സിനെ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയി സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു സെറ്റ് ഓഫ് ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജീസ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾസിൽ നമ്മൾ സ്ട്രാറ്റജീസ് നോക്കുന്നു. അപ്പോൾ ആംഗിൾസിൽ അതിനെ നമുക്ക് അതിലും ഏറ്റവും കൂടുതൽ വിന്നിങ് ആവുന്നതിനെ നമ്മൾ കൂടുതൽ ബഡ്ജറ്റ് കൊടുത്ത് അതിനെ സ്കെയിൽ ചെയ്യുന്നു. അത് ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നിങ്ങൾ വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഡബിൾ ബഡ്ജറ്റൊക്കെ ഡബിൾ ചെയ്യുന്നതിനേക്കാളും ഒരു കൈൻഡ് ഓഫ് ഒരു 10-20% പെർ ഡേ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ആ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ROS ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഒക്കെ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ROS ഒക്കെ ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. കാരണം ക്യാമ്പയിൻസ് കംപ്ലീറ്റ്ലി റീസെറ്റ് ഒക്കെ ആവും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ലുക്ക് ലൈക്സും ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ലുക്ക് ലൈക്സ് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലത്തെ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിന്നിങ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ഒക്കെ വെച്ച് ലുക്ക് ലൈക്സും ടെസ്റ്റ് ഔട്ട് ചെയ്യുക. അത് വർക്കിംഗ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ക്യാമ്പയിൻസ് ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ ക്യാമ്പയിൻസ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ലുക്ക് ലൈക്സും ബെസ്റ്റായിട്ട് നോക്കുക. എല്ലാ കൈൻഡ് ഓഫ് ലുക്ക് ലൈക്സും നിങ്ങൾ വൺസ് നിങ്ങളുടെ ഡാറ്റ വരുമ്പോൾ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ടെസ്റ്റ് ഔട്ട് ചെയ്യുക.